ഹായ് ഹലോ. എൻ്റെ ഒരു ബൊഗെയിൻവില്ല ചട്ടിക്കകത്ത് കിച്ചൻ്റെ വേസ്റ്റ് കൊണ്ടിട്ടപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കിടന്നിട്ട് ആ ചട്ടി ഫുള്ളിപ്പോൾ ഇഞ്ചിത്തൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് മാറ്റി നടാം, കാരണം ഇനിയിപ്പോൾ ബൊഗെയിൻവില്ല പൂക്കളുടെ സമയമല്ലേ. ഇതാണെങ്കിൽ ചെറുതായിട്ട് പൂത്തിട്ടുമുണ്ട്. അപ്പോൾ ഈ ഇഞ്ചി നിൽക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഭംഗി എങ്ങോട്ട് അറിയാനും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് പിഴുത് മാറ്റുകയാണ് ചെയ്യുന്നത്. നോക്കിയപ്പോൾ അതിനകത്ത് ചെറുതായിട്ടൊക്കെ ഇഞ്ചി വന്നിട്ടുണ്ട്, എന്നാലും നമുക്ക് വിളവെടുക്കാൻ പാകത്തിനൊന്നും ആയിട്ടില്ല, ചെറിയ രീതിയിലേ ഉള്ളൂ. അപ്പോൾ ഇത് വേറൊരു ചട്ടിയിലോട്ട് വെക്കുവാണെങ്കിൽ ഇനിയും പിടിക്കുമല്ലോ. അങ്ങനെ ഇതിനകത്തുള്ള മുഴുവനും കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഇഞ്ചി കഷ്ണത്തിനകത്തു നിന്ന് വന്നതാണോ ഇത്രയും തൈയെന്ന് എനിക്കറിയത്തില്ല, കാരണം ആ ചട്ടി ചുറ്റും ഉണ്ടായിരുന്നു ഇതിൻ്റെ തൈ. അപ്പം ഞാനിത് മൊത്തം പിച്ചിയെടുത്ത് മാറ്റുന്നുണ്ട്. ഈ ഇഞ്ചി നിൽക്കുന്നതുകൊണ്ട് ഇതിനകത്ത് വളമൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു, കാരണം സ്പേസ് ഇല്ല ഇട്ട് കൊടുക്കാനായിട്ടുള്ള. അപ്പോൾ ഇതെല്ലാം ഞാൻ മാറ്റുകയാണ്. കണ്ടോ, ഇതിനകത്ത് ചെറിയ രീതിയിൽ ഇഞ്ചി പിടിച്ച് വരുന്നുണ്ട്. ഒന്നും ഇല്ലാത്തൊരു ചട്ടിയിലായിരുന്നു ഇത് നിർത്തിയാണെങ്കിൽ നല്ല രീതിയിൽ ഇഞ്ചി കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പം മാറ്റിയല്ലേ പറ്റൂ. അപ്പോൾ ഇത് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബൊഗെയിൻവില്ല കുറച്ച് ചാഞ്ഞും ചരിഞ്ഞൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു കമ്പ് കുത്തി കൊടുത്തിട്ട് ഇതങ്ങോട്ട് നേരെ പിടിച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇതൊരു മഞ്ഞ കളറ് ബൊഗെയിൻവില്ലയാണ്. എൻ്റെ കയ്യിൽ മഞ്ഞ ഒരെണ്ണേ ഉള്ളെന്നാണ് എൻ്റെ വിശ്വാസം, കാരണം ഇനി ഒരുപാട് പൂക്കാനുള്ള ബൊഗെയിൻവില്ല ഉണ്ട്. അതൊന്നും പൂത്തിട്ടില്ല, ഈ വർഷം പൂക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. വളങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെയിലത്ത് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. നേരെ നിന്നപ്പോൾ ആ ചെടിയുടെ ഭംഗി കണ്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു കുല മാത്രമേ പിടിച്ചിട്ടുള്ളൂ, ഇനിയും പിടിക്കുമായിരിക്കും. എന്നിട്ട് ബാക്കിയുള്ള ഇഞ്ചി വേറൊരു ചട്ടിക്കകത്തോട്ട് തൽക്കാലം വെക്കുന്നുണ്ട്. ഇനി ഗ്രോ ബാഗ് വാങ്ങിച്ചിട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് വിളവെടുക്കുമ്പോൾ കീറിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് തൽക്കാലത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചെടുക്കുകയാണ്. നാളെ ഗ്രോ ബാഗും കുറച്ച് വളങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ട് ഇതൊന്നും കൂടി ഒന്ന് റീപോർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചട്ടിക്കകത്ത് ജസ്റ്റ് ഒന്ന് മണ്ണ് മൂടിയിട്ട് വെച്ചെന്നേ ഉള്ളൂ, വാടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചിയൊക്കെ ഇതേപോലെ ഒരു ചെറിയ പീസിൽ നിന്നായിരിക്കുമല്ലോ ഇത്രയും ഉണ്ടായത്. അപ്പോൾ നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ.